നമ്മുടെ രേണു സുധിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. രേണുവിന് ബ്രസ്റ്റ് ക്യാൻസറാണ്, 3rd സ്റ്റേജാണ്, ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് രേണു തന്നെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എന്തായാലും രേണുവിൻ്റെ അസുഖം ഭേദമായി വളരെ ശക്തിയായി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ട് നമുക്ക് കാണണം വീണ്ടും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെപ്പോലെ ധാരാളം ആളുകൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും രേണുവിനെക്കുറിച്ച് അന്നും ഇന്നും എനിക്ക് ഒരേ അഭിപ്രായമുള്ളൂ. എനിക്ക് ഒരു മോശവും തോന്നിയിട്ടില്ല. എനിക്ക് വളരെ നല്ലൊരു സ്ത്രീയായിട്ടാണ് അവരെ തോന്നിയിരിക്കുന്നത്. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല അവർ മോശമായിട്ട് ആരോടെങ്കിലും ബിഹേവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എത്ര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ സോഷ്യൽ മീഡിയക്കാരൊക്കെ ചെന്നിട്ട് മയക്കും പിടിച്ചൊക്കെ ചെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ പോലും അവരുടെ ഒരു മാന്യത വിട്ട് അവർ ഒരു കാരണവശാലും പെരുമാറിയിട്ടില്ല എന്നുള്ളത് തന്നെ അവരുടെ മനസ്സിൽ എൻ്റെ മനസ്സിൽ അവരെക്കുറിച്ച് ഏറ്റവും ബഹുമാനം ഇന്നും അന്നും നിലനിൽക്കാനുള്ള ഒരു കാരണമാണ്. ഞാനിങ്ങനെ അവർക്കൊരു അസുഖമായതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നതല്ല. അവരെക്കുറിച്ച് പണ്ടും വീഡിയോ ചെയ്യണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോഴെങ്കിലും അത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. രേണുവിനെക്കുറിച്ച് കുറേ ആളുകൾ നെഗറ്റീവായിട്ടൊക്കെ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും ചില ആളുകളൊക്കെ പോസിറ്റീവായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളൊക്കെ വളരെ നെഗറ്റീവായിട്ടൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ രേണുവിന് ഏറ്റവും നല്ല സ്ഥാനം, ഉയർന്ന ഒരു സ്ഥാനമാണ് ഞാൻ കൊടുത്തിരുന്നത്. അവർക്കറിയാവുന്ന ഒരു തൊഴിൽ ചെയ്ത് അവർ ജീവിക്കുന്നു, ഭർത്താവില്ല, അവർക്ക് കുട്ടിയെ പോറ്റണം, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവർ ജീവിക്കുന്നു എന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ അവരെക്കുറിച്ച് പറഞ്ഞു, അവർ ഇല്ലാത്ത അസുഖം പറഞ്ഞ് ഉണ്ടാക്കി നടക്കുവാണ്, എന്നിട്ട് കാശുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തൊക്കെയാ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സമാധാനമായില്ലേ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കുറിച്ച്, രേണുവിനെ എന്നല്ല ആരെങ്കിലും കുറിച്ചൊക്കെ മോശം പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, അസുഖം എന്ന് പറയുന്ന കാര്യം ആർക്ക് എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരോടും കഴിയുന്നതും നന്നായി പെരുമാറാൻ, ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യൻ്റെ കാര്യമാണ്, നമുക്ക് നന്നായി പെരുമാറാൻ ശ്രമിക്കാം. അതുകൊണ്ട് രേണു എത്രയും വേഗം പഴയ രേണുവായിട്ട് നല്ല സ്മാർട്ടായിട്ട് മടങ്ങി ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് മടങ്ങി വരുന്നത് കാത്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യൂ, നല്ല മിടുക്കിയായിട്ടിരിക്കുക. ഇതാണ് പറയാനുള്ളത്. എപ്പോഴും ഹൃദയത്തിൽ സ്നേഹം മാത്രം.